friends, welcome back to Entry Technical YouTube channel. നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്കലിൽ ITI കഴിഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ്സ് എല്ലാം തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മെക്കാനിക്കൽ ആസ്പിറൻസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് 2026 വരാൻ പോകുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും കൂടെ നോക്കുകയാണെങ്കിൽ ടെൻറ്റേറ്റീവ് ആയിട്ട് 700ഓളം വേക്കൻസീസ് നമുക്ക് 2026 മെക്കാനിക്കൽ ആസ്പിറൻസിനായിട്ട് നോക്കാം. ഓക്കെ, സോ വിതൗട്ട് എനി ഡിലേ നമുക്ക് എന്തൊക്കെയാണ് മെക്കാനിക്കലുകാർക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് വൺ ബൈ വൺ ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ എന്താന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ആസ്പയർ ചെയ്യുന്ന ഡ്രീം പോസ്റ്റ് ആയിട്ടുള്ള AMVI ആണ്, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് AMVI എന്ന് പറയുന്നത്. ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ AMVIയുടെ കാൻഡിഡേറ്റ്സിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് മെക്കാനിക്കലിലോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ ഉള്ള ഒരു ബിടെക് ആണ്. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈലിൽ ബിടെക് ഡിഗ്രി, അതുപോലെ തന്നെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസും വേണം ഈ AMVI പൊസിഷനിലേക്ക് ആസ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്. ഇതിന്റെ ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് സെപ്റ്റംബർ 2027 വരെ ഉണ്ടാവും. വിച്ച് മീൻസ് 2026 നോട്ടിഫിക്കേഷൻ വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. സോ നിങ്ങൾ ഇപ്പൊ തന്നെ AMVI ആസ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തുടങ്ങിക്കോളുക. ഓക്കെ, നമ്മുടെ പ്രീവിയസ് റാങ്ക് ലിസ്റ്റിൽ ഏകദേശം 150+ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്. അടുത്തത് നമ്മൾ 2 ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കുന്നത്. സ്റ്റേറ്റ് ലെവൽ എഞ്ചിനീയറിംഗ് പൊസിഷൻ ആണ്. അതായത് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള പോർട്ട് സർവീസിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ഉണ്ട്. ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 541/2025 ആണ്. കേരള പോർട്ട് സർവീസിന്റെ കാറ്റഗറി നമ്പർ 539/2025 ആണ്. രണ്ടിന്റെയും വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതായത് ബിടെക് ഇൻ മെക്കാനിക്കൽ ആണ്. ഇതിന്റെ എക്സാം വിൻഡോ എന്ന് പറയുന്നത് രണ്ടിന്റെയും എക്സാം, അതായത് കേരള പോർട്ട് സർവീസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആൻഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാം നടക്കുക ജൂലൈ സെപ്റ്റംബർ 2026 ആൻഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ദാറ്റ് വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് ആയിരിക്കും കൂടുതൽ നിങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് ആ ഒരു ഇതിലേക്കായിരിക്കും വരിക. അതുപോലെ തന്നെ വർക്ക് ഇൻ ദ ഡൈനാമിക് മാരിടൈം സെക്ടർ മാനേജിങ് പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഒക്കെ ആയിരിക്കും അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഹാൻഡിൽ ചെയ്യുക. എവിടെ? പോർട്ട് സർവീസ് ഏരിയയിൽ. ഓക്കെ, സോ ദീസ് ആർ ദ 2 ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ആർ അണ്ടർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് പോർട്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. സോ മൂവിങ് ഔട്ട് ടു ദ നെക്സ്റ്റ് തിങ്, നമ്മുടെ ITI ഗ്രാജുവേറ്റ്സിനുള്ള ടെക്നിക്കൽ പൊസിഷൻസ്, അതായത് ITI ഇൻ മെക്കാനിക്കൽ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡ്രാഫ്റ്റ്സ്മാൻ ആൻഡ് ഓവർസിയർ ഗ്രേഡ് 2 എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ഇതിന്റെ കാറ്റഗറി നമ്പർ 549/2025. ഓക്കെ, ഇത് മെക്കാനിക്കലിൽ IT ആണ് വേണ്ടത്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഇപ്പൊ ലൈവ് ആണ്. ജാനുവരി 14 വരെ ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് ഓവർസിയർ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്സ്മാൻ ആൻഡ് ഓവർസിയർ ഗ്രേഡ് 2 പോസ്റ്റിലേക്ക് ജാനുവരി 14 വരെ ഈ ഒരു കാറ്റഗറി നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ആൻഡ് വേഗം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ബിഫോർ ജാനുവരി 14. അടുത്തത് മൾട്ടിപ്പിൾ ഗ്രേഡ് 3 പൊസിഷൻ ആണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. കാറ്റഗറി നമ്പർ 553/2025 ആണ്. യോഗ്യത വേണ്ടെന്ന് വെച്ചാൽ ബിടെക് ആണ്. മെക്കാനിക്കലിലെ ബിടെക്കോ അല്ലെങ്കിൽ മെക്കാനിക്കലിലെ ഡിപ്ലോമ അല്ലെങ്കിൽ ITI ഇൻ മെക്കാനിക്കൽ ആണ്. ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 14 ആണ്. ഇതിന്റെ പരീക്ഷ നടക്കാൻ സാധ്യതയുള്ളത് ഏകദേശം ജൂലൈ സെപ്റ്റംബർ 2026 ഇതിന്റെ പരീക്ഷ നടക്കുക. സോ ബിഫോർ ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഈ പറഞ്ഞ 2 പോസ്റ്റുകളിലേക്കും ഡ്രാഫ്റ്റ്സ്മാൻ ആൻഡ് ഓവർസിയർ ഗ്രേഡ് 2 അതുപോലെ മൾട്ടിപ്പിൾ ഗ്രേഡ് 3 പൊസിഷനിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വേഗം തന്നെ അപ്ലൈ ചെയ്യുക. അടുത്തത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ റോൾസ് ആണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്ലംബർ ആൻഡ് പ്ലംബർ കം ഓപ്പറേറ്റർ. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ പ്ലംബർ ആൻഡ് പ്ലംബർ കം ഓപ്പറേറ്റർ തസ്തികയാണ് വരുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ 783/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 4 വരെ അപേക്ഷ സമർപ്പിക്കാം. പരീക്ഷ ഏകദേശം ഈ വർഷം സെപ്റ്റംബർ നവംബർ മാസത്തിലായിട്ടായിരിക്കും നടക്കുന്നുണ്ടാകുക. ആൻഡ് യോഗ്യത പ്ലംബർ ആൻഡ് പ്ലംബർ കം ഓപ്പറേറ്ററിൽ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ITI ഇൻ പ്ലംബർ ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, ആൻഡ് അടുത്തത് KCL ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഓർഗനൈസേഷൻ എന്ന് പറയുന്ന KCL അറിയാം നിങ്ങൾക്ക്, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്, അതാണ് KCL. സോ അവിടെ നമുക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 റിക്രൂട്ട്മെന്റ് ആണ്.
ഉള്ളത്. നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ പറയുന്നത് 758/2025. യോഗ്യത പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ മെക്കാനിക്കൽ ബിടെക് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടാവണം അല്ലെങ്കിൽ മെക്കാനിക്കലിൽ ഡിപ്ലോമ ഉണ്ടാവണം. ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 4 പരീക്ഷ ഏകദേശം ജൂലൈ സെപ്റ്റംബർ മന്തിലായിട്ടായിരിക്കും കണ്ടക്റ്റഡ് ആകുക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇതൊരു നാഷണൽ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയാം. RRBGE, അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷയാണ് RRB ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് മെക്കാനിക്കലിന് മാത്രമല്ല, ഇത് സിവിലുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും അപ്ലൈ ചെയ്യാം. ഇതിന് വേണ്ടത് ഞാൻ ഈ പറഞ്ഞ 3 ബ്രാഞ്ച്, അതായത് സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ഒന്നെങ്കിൽ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഉള്ളവർക്ക് RRBGEയിലേക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ, ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞു. ഡിസംബർ 10 ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പരീക്ഷ നമുക്ക് ഓൾറെഡി ഇപ്പം എക്സാം ഡേറ്റ് വന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഫെബ്രുവരി 19, 20, മാർച്ച് 3 ഈ 3 ഡേറ്റ്സിലായിട്ടായിരിക്കും RRB ജൂനിയർ എഞ്ചിനീയറിന്റെ പരീക്ഷ നടക്കുക. സോ എക്സാം ഡേറ്റ് ഓൾറെഡി ഔട്ട് ആണ്. സോ ദാറ്റ്സ് അബൌട്ട് RRBGE. ദിസ് ഇസ് സെൻട്രൽ ലെവൽ great opportunity for mechanical and other engineers. അടുത്ത മേജർ ഓപ്പർച്യൂണിറ്റി ആണ് കേരള വാട്ടർ അതോറിറ്റി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഉള്ളതാണ്. ആൻഡ് ഇതിന്റെ വിളിച്ചിരിക്കുന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 706/2025. ഇത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് മാത്രമല്ല, ഈ കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് സിവിൽ, മെക്കാനിക്കൽ ഓർ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ സിവിൽ ആണെങ്കിൽ മെക്കാനിക്കലും കെമിക്കലിലും നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. വിച്ച് മീൻസ് സിവിൽ ആണെങ്കിലും അതർ ടു പഠിക്കേണ്ടതായിട്ട് വരും. കേരള വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 4. പരീക്ഷ ഏകദേശം സെപ്റ്റംബർ, നവംബർ മാസത്തിലായിട്ട് നടക്കുന്നുണ്ട്. ആൻഡ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻട്രിയിൽ ഈ ഒരു നമ്മുടെ ടെക്നിക്കൽ എക്സാംസിൽ KWA കോഴ്സ് എടുത്ത് പഠിച്ച കാൻഡിഡേറ്റ്സ് റാങ്ക് 2, 2ാം റാങ്കിലും 13ാം റാങ്കിലും 41, 100 റാങ്കുകൾ നമ്മുടെ എൻട്രി ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഹൈലൈറ്റും കൂടെ ഞാനിവിടെ പറയുകയാണ്. ആൻഡ് അടുത്തത് ഡ്രാഫ്റ്റ്സ്മാൻ KWA ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ്. കാറ്റഗറി നമ്പർ 548/2025. ഇത് സിവിൽ മെക്കാനിക്കലില് ITI ആണ് ഇതിന്റെ യോഗ്യത പറയുന്നത്. ITI മാത്രം മതി, ബിടെക്കിന്റെ ആവശ്യമില്ല. സിവിലോ മെക്കാനിക്കലോ ITI ഉള്ളവർക്ക് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2ലേക്ക് അപ്ലൈ ചെയ്യാം. ജാനുവരി 14 ലാസ്റ്റ് ഡേറ്റ്. പല റിക്രൂട്ട്മെന്റിന്റെയും ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 14 വരുന്നുണ്ട്. സോ ബിഫോർ ദാറ്റ് കുറെ കാൻഡിഡേറ്റ്സിന് ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അറിയാത്ത ഒരുപാട് മെക്കാനിക്കൽ ആസ്പിറൻസ് ഉണ്ടായിരിക്കും. സോ ജാനുവരി 14 മുൻപ് നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാം, മെക്കാനിക്കൽ കഴിഞ്ഞവരാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം പറ്റുന്നതാണ്. ബിടെക് കമ്പൽസറി ആയിട്ട് പറയുന്ന അല്ലാത്ത പോസ്റ്റുകളിലേക്കുള്ള എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് അപ്ലൈ ചെയ്തോളുക. ഇതിൽ നമ്മുടെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 500-ലധികം അഡ്വൈസസ് ഓൾറെഡി ടിൽ ഡേറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അടുത്ത ഓപ്പറേറ്റർ പൊസിഷൻ ആണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 735/2025. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 4 പരീക്ഷ ഏകദേശം ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആയിട്ട് ഓപ്പറേറ്ററിന്റെ പരീക്ഷ നടക്കും. 460 അഡ്വൈസസ് ആണ് ടിൽ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ NTC ഇൻ മെക്കാനിക് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിളിലോ മെക്കാനിക്കലോ ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ള ഒരു NTC ഓർ ഡിപ്ലോമ ഓർ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ. അതാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത്. ആൻഡ് മറ്റൊരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഓക്കെ, സോ ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നോക്കാം. ഒന്നെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം മെക്കാനിക്കൽക്കാർക്ക് മാത്രം എഴുതാൻ പറ്റുന്നതല്ല, ബിടെക് ഇൻ എനി എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ, ഏത് എഞ്ചിനീയറിംഗ് പഠിച്ചവരാണെങ്കിലും ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് എന്താണെങ്കിലും ബിടെക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ BSc-കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്ന് മാത്രം. ആൻഡ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് വിത്ത് 3 വർഷത്തെ റെലവെന്റ് എക്സ്പീരിയൻസോട് കൂടി ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 4. പരീക്ഷ ഏകദേശം ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലായിട്ട് നടക്കും. ആൻഡ് ടിൽ ഡേറ്റ് 16 അഡ്വൈസസ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. സോ ഇത് വളരെ നല്ലൊരു ലീഗൽ ഇൻസ്പെക്ടർ
മെട്രോളജി നല്ലൊരു പോസ്റ്റാണ്. സോ മെക്കാനിക്കലുകാർക്കും ആസ്പയർ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ മെക്കാനിക്കൽ ആസ്പിറൻസിന്റെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം റിവ്യൂ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് പലതിൻ്റെയും January 14 ഉണ്ട്. അതിനു മുമ്പ് മെക്കാനിക്കലുകാരതെല്ലാം എന്ത് ചെയ്യുക, നോക്കിയും കണ്ടും കാറ്റഗറി നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേഗം ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. ആൻഡ് 2026 നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ പ്ലാൻ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വെച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ മൾട്ടിപ്പിൾ പൊസിഷനിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. സോ ദാറ്റ് പല എക്സാംസിനും ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസിനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ തയ്യാറെടുപ്പിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. നമ്മുടെ എൻട്രിയിലെ എല്ലാ കോഴ്സുകളും മെക്കാനിക്കലുകാർക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൂടുതൽ കോഴ്സിനെ പറ്റിയും എൻട്രിയിലെ ഫെസിലിറ്റീസിനെ കുറിച്ചും ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സ്ക്രോളിലൂടെ പോകുന്ന നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതിയായിരിക്കും. നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ ആയിരിക്കും നിങ്ങൾ കണക്ട് ചെയ്യുക. അവർ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാം റിവ്യൂ ചെയ്യുക, എല്ലാ മൾട്ടിപ്പിൾ പൊസിഷൻസും നോക്കുക, നോക്കിയും കണ്ടുമൊക്കെ അപ്ലൈ ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.